കാരിയേജ് വേയിൽ നിർത്തിയപ്പം അതിൻ്റെ ഇടതുവശത്തു കൂടി KSRTC ബസ് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം? അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ആർക്ക് നിർത്താമായിരുന്നു? ആ പ്രൈവറ്റ് ബസ്സിന് അവിടെ നിർത്താമായിരുന്നു. അവിടെ സ്ഥലം ഉള്ളതുകൊണ്ടാണ് KSRTC ബസ് ആ സ്ഥലത്തോട് ഓടിക്കേണ്ടത്. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ആൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനം നിർത്തി, ഇദ്ദേഹം ഇടതുവശത്തോട് ഓട്ടുക, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ആ രണ്ടുപേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കിയത്. എന്തൊരു അഭിമാനത്തോടു കൂടിയിട്ടാണ് അയാൾ പറയുന്നത്, ഞാൻ രണ്ടുപേരുടെ ലൈസൻസ് നമുക്ക് സസ്പെൻഡ് ചെയ്തതെന്നുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൽ ആരാണ് തെറ്റുകാരെന്നുള്ളത്. എന്നിട്ടും ആ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് കൂടി അയാളുണ്ട് സസ്പെൻഡ് ചെയ്തു. ഈ കാക്കിയിട്ട് ഉദ്യോഗസ്ഥൻ ഒരു മാസം സമ്പാദിക്കുന്ന പണത്തിൻ്റെ 4/1 5/1 പോലും ഒരു മാസം സമ്പാദിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. KSRTCക്കാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ 6 മാസം വീട്ടിലിരിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പണി ഉണ്ടാവും. പക്ഷേ പ്രൈവറ്റ് ബസ് അങ്ങനെയല്ല സുഹൃത്തെ. ഇതുപോലുള്ള കാരണങ്ങൾക്ക് 6 മാസം ഒരു മനുഷ്യൻ്റെ ലൈസൻസ് നിങ്ങൾ സസ്പെൻഡ് ചെയ്താൽ അയാൾ തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് ആ പണി കിട്ടണമെന്നില്ല. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറായിരുന്ന സിബി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേറൊരു പണി അറിയില്ല. അയാൾ വർഷങ്ങളായിട്ട് ചെയ്തിരുന്ന ഒരു ജോലിയാണിത്. അയാളുടെ വീട്ടിൽ സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, ഒരു കുടുംബം അയാൾക്കുണ്ട്. അധികാരമുള്ളവന് ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട് കേട്ടോ. അധികാരമൊക്കെ പോവും, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്തും ഒരു ദിവസം.